ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന പുതിയൊരു ചാപ്റ്ററാണ് ചാപ്റ്റർ 8, ദാറ്റ് ഈസ് എമേർജിങ് കോസ്റ്റിംഗ് അപ്രോച്ച്. നമുക്കറിയാം, ഇപ്പോഴുള്ള എല്ലാ മാനേജ്മെൻറ്റുകളും ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റുകളിലും വരുന്ന കോസ്റ്റുകൾ മാക്സിമം റെഡ്യൂസ് ചെയ്യാനും അതോടൊപ്പം കസ്റ്റമേഴ്സിനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് പ്രൊഡക്ട്സ് അവർക്ക് കൊടുത്തിട്ട് സാറ്റിസ്ഫൈ ചെയ്യാനുമാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ നോക്കും, അതുപോലെ തന്നെ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ പല പല ടെക്നിക്കുകൾ വഴി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ചെയ്തിരിക്കുന്നത്, കോസ്റ്റ് എത്ര വന്നു, അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ പ്രൊഡക്ടിവിറ്റി നമ്മൾ അറിയണം. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന പ്രൊഡക്ടിവിറ്റി എന്താണെന്നാണ്. പ്രൊഡക്ടിവിറ്റി ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് എഫിഷ്യൻസി. ഇറ്റ് ഷോസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഓർ ദ കമ്പൈൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്ഷനിൽ നമുക്ക് പല ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവും, സച്ചസ് ലേബർ, മെറ്റീരിയൽ, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സിൻ്റെ എല്ലാത്തിൻ്റെ എഫിഷ്യൻസി അനലൈസ് ചെയ്യാനായിട്ട് ഈ പ്രൊഡക്ടിവിറ്റി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എക്കണോമിക് മെഷർ ഓഫ് ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ഇൻപുട്ട് വിത്ത് മിനിമൈസേഷൻ ഓഫ് വേസ്റ്റ്. വേസ്റ്റ് കുറച്ചിട്ട് നമുക്ക് എത്ര ഔട്ട്പുട്ട് കിട്ടി പെർ യൂണിറ്റ് ഓഫ് ഇൻപുട്ട്, അതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. പ്രൊഡക്ടിവിറ്റി ഈസ് ദ മെഷറബിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട്. പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി ഇൻക്രീസ് ബൈ റെഡ്യൂസിങ് ലോസ് ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും വേസ്റ്റും റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഇക്വേഷൻ ഇതാണ്: പ്രൊഡക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. When all output and input are included in the productivity measure, it is called total productivity, whereas the productivity measure that do not measure all factors of production is called partial productivity. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടോട്ടൽ പ്രൊഡക്ടിവിറ്റിയാണ്. എല്ലാ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും എല്ലാ ഫാക്ടേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടോട്ടൽ പ്രൊഡക്ടിവിറ്റിയാണ്. പക്ഷേ ഒരു പാർട്ടിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള മെഷർമെൻ്റ് ആണെങ്കിൽ അതിനെ പാർഷ്യൽ പ്രൊഡക്ടിവിറ്റി മെഷർ എന്ന് നമ്മൾ പറയും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഈസ് ദ വോളിയം, വാല്യൂ ആൻഡ് ക്വാണ്ടം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. പ്രൊഡക്ഷൻ എന്ന് നമുക്കറിയാം വാല്യൂ ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ടു ഇൻപുട്ട്. എത്രയാണ് നമ്മൾ മാത്തമെറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് പ്രൊഡക്ടിവിറ്റി. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, പ്രൊഡക്ടിവിറ്റി ഈസ് എ റിലേറ്റീവ് ടേം വേറാസ് പ്രൊഡക്ഷൻ ഈസ് അബ്സല്യൂട്ട്. പ്രൊഡക്ടിവിറ്റി ഈസ് എ റിലേറ്റീവ് ടേം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കുറേ ഫാക്ടേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫാക്ടേഴ്സ്, ഈ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും ബേസ് ചെയ്തിട്ടാണ് പ്രൊഡക്ടിവിറ്റി വരുന്നത്. പക്ഷെ പ്രൊഡക്ഷൻ ഈസ് എ അബ്സല്യൂട്ട് ടേം. ഇറ്റ് ഈസ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ആണ്. അതിൽ നമുക്ക് വരുന്ന വോളിയം ഓഫ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ലേബർ, അങ്ങനെയെല്ലാ ഫാക്ടേഴ്സും കൂടെ കമ്പൈൻ ചെയ്തതാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. Third one, productivity measure the efficiency of resources utilized for production, whereas production shows the volume, value and quantity of goods produced during a given period of time. പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എഫിഷ്യൻസി ഓഫ് റിസോഴ്സ്, ആ റിസോഴ്സ് എത്രമാത്രം ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫുള്ള് യൂട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളി എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പാർഷ്യലാണെങ്കിൽ അത്ര എഫക്റ്റീവ് അല്ല, കാരണം അവിടെ ഡെഡായിട്ടുള്ള കപ്പാസിറ്റി കിടപ്പുണ്ട്. പക്ഷേ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വോളിയം, വാല്യൂ ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് ദ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അതാണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇതാണ് മേജറായിട്ടുള്ള ഡിഫറൻസ് ഈ പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും തമ്മിൽ. ഇനി നമ്മൾ മെഷർമെൻറ്റിലേക്ക് പോവാണ്. പ്രൊഡക്ടിവിറ്റി എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം. മെഷർമെൻറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഇസ് ഡിഫിക്കൽട്ട് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതിൻ്റെ റീസൺസ് ഒക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ടോട്ടൽ ഓർ overall productivity. Total productivity may not be accurate because the increase in productivity of one factor may be counterbalanced by the other. The real picture cannot be obtained. Overall productivity calculate ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു
എമൗണ്ട് നമുക്ക് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം കൂടെ ടോട്ടലാണ് നോക്കുന്നത്, എല്ലാത്തിനെയും ടോട്ടലാണ് എടുക്കുന്നത്. അപ്പം ഒരു യൂണിറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിൽ കുറവുണ്ടെങ്കിൽ അത് അടുത്ത ഫാക്ടറിലെ വെച്ച് കൗണ്ടർ ബാലൻസ് ആയി പോകും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഫാക്ടോറിയൽ പ്രൊഡക്ടിവിറ്റീസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി of one factor get affected by the another factor. Example, productivity of labor affected by poor quality of material and defective tools. പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നത് അത്ര ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എക്സാമ്പിൾ പറയാണ്, ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി ചിലപ്പം പുവർ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസും അതുപോലെ ഡിഫക്റ്റീവ് ടൂൾസും ഒക്കെ വരുമ്പം നമുക്ക് കറക്റ്റ് പ്രൊഡക്ടിവിറ്റി എത്രയെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽ വേരിയേഷൻസ് ഉണ്ടാവും. നെക്സ്റ്റ് വൺ, ജനറൽ ഡിസഗ്രിമെൻറ്റ്സ് ആസ് ടു ദ മെഷർമെൻറ്റ് ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട്. വെർ എ ഫേം പ്രൊഡ്യൂസ് വെറൈറ്റി ഓഫ് ആർട്ടിക്കിൾസ് it is difficult to measure productivity of the whole undertaking due to the difference in volume of individual products, quality, etc. ഒരു ഫേം പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓവറോൾ പ്രൊഡക്ടിവിറ്റിയാണ് നോക്കുന്നത്, എല്ലാത്തിനെയും കൂടെ ടോട്ടാലിറ്റിയാണ് നോക്കണത്. അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എത്ര ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഡ്യൂ ടു ദ ഫ്ലക്ച്വേഷൻസ് ഇൻ പ്രൈസ് ലെവൽ ദ മോണിറ്ററി വാല്യൂ ഓഫ് പ്രൊഡക്ടിവിറ്റി വിൽ നോട്ട് ബി ട്രൂ ആൻഡ് ഫെയർ. നമ്മൾ മോണിറ്ററി വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പം അതെപ്പോഴും കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല. കാരണം ഈ മാർക്കറ്റിലെ പ്രൈസ് ലെവൽ ഫ്ലക്ച്വേഷൻസ് കാരണം എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും. അതൊക്കെയാണ് മെഷർമെൻറ്റിൽ വരുന്ന ഡിഫിക്കൽട്ടീസ്. നമ്മൾ ഡിഫറെൻറ്റ് മെഷേഴ്സ് ഓഫ് പ്രൊഡക്ടിവിറ്റിയാണ് പഠിക്കുന്നത്. അതിൽ ആദ്യം ഫാക്ടറൽ പ്രൊഡക്ടിവിറ്റി. It is a productivity of individual factors which contribute to the overall productivity. ഓരോ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സിനെയാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി മെഷർഡ് ഇൻ ഫോം ഓഫ് ലേബർ പ്രൊഡക്ടിവിറ്റി, മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി, മെഷീൻ പ്രൊഡക്ടിവിറ്റി, എക്സെട്ര. ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സിനെ നമ്മൾ ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ സെപ്പറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്നതിനെയാണ് ഫാക്ടറൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിലാദ്യം വരുന്നത് ലേബർ പ്രൊഡക്ടിവിറ്റി. ലേബർ പ്രൊഡക്ടിവിറ്റി ഇൻ ടേംസ് ഓഫ് അവേഴ്സ് വരുന്നത് ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാൻ അവേഴ്സ്. കുറേ ഇക്വേഷൻസ് ആണ്, പല മെത്തേഡിൽ നമുക്ക് ലേബർ പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കാം. അതിൽ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ടോട്ടൽ ലേബർ അവേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്പുട്ട്. പിന്നെ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ആക്ച്വൽ മാൻ അവേഴ്സ്. ഇതൊക്കെയാണ് ലേബർ പ്രൊഡക്ടിവിറ്റിയിൽ വരുന്ന നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ്. ഇനി നമ്മൾ ഇൻ ടേംസ് ഓഫ് മണിയിലാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ലേബർ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ലേബർ പ്രൊഡക്ടിവിറ്റി ഇൻ ടേംസ് ഓഫ് മണി വിച്ച് ഇസ് ഈക്വൽ ടു സെയിൽസ് വാല്യൂ ഓർ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വർക്കേഴ്സ്. ഇങ്ങനെയാണ് നമ്മൾ ഇൻ ടേംസ് ഓഫ് മണിയിൽ ലേബർ പ്രൊഡക്ടിവിറ്റി കാണുന്നത്. ഇനി അടുത്ത് നമ്മൾ മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. വെൻ മെറ്റീരിയൽ കോസ്റ്റ് ഇൻകർ ഹ്യൂജ് ഇൻ പ്രൊഡക്ഷൻ ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ഫോളോയിങ് വേസ്. നമ്മളുടെ പ്രൊഡക്ഷനിൽ മെറ്റീരിയൽ കോസ്റ്റ് കൂടുതൽ വരുന്നുണ്ട്, ബൾക്കായിട്ടുള്ള പ്രൊഡക്ഷനാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി എത്ര നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് അടുത്ത ഇക്വേഷനാണ്. പിന്നെ വേറെ മൂന്നാമതൊരു ഇക്വേഷൻ കൂടിയുണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രൊഡക്ഷൻ കോസ്റ്റ്. ഈ മൂന്ന് മെത്തേഡിൽ നമുക്ക് മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി എത്രയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് മെഷീൻ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണെന്നാണ്. മെഷീൻ പ്രൊഡക്ടിവിറ്റി അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ആക്ച്വൽ മെഷീൻ അവേഴ്സ്. അതാണ് മെഷീൻ പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ആക്ച്വൽ മെഷീൻ അവേഴ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് ഓവറോൾ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓവറോൾ പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻപുട്ട്. ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻപുട്ടിൽ നമുക്ക് ഓവറോൾ ആയിട്ടുള്ള കമ്പനീൻ്റെ പ്രൊഡക്ടിവിറ്റി കാണാം. ഓവറോൾ പ്രൊഡക്ടിവിറ്റി ഇൻ ടേംസ് ഓഫ് മണി. ഇൻ ടേംസ് ഓഫ് മണിയിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇൻപുട്ട്. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് ഓവറോൾ പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ളത്. ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് എന്നൊരു ടോപ്പിക്കിലേക്കാണ്. പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് മീൻസ്
പ്രൊഡക്ടിവിറ്റി മെഷർ ഇൻപുട്ട് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. പ്രൊഡക്ടിവിറ്റീൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്, ഇൻപുട്ട് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് ആണ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഇൻപുട്ട് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. വെൻ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ്. നമ്മൾ മാത്തമാറ്റിക്കലിയാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്, അപ്പോൾ നമ്മളതിനെ പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് എന്ന് പറയും. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇൻപുട്ട് ടു ദ ഔട്ട്പുട്ട്. നമ്മൾ ഓൾറെഡി അത് നോക്കിയതായിരുന്നു. ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ദ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ. എത്രയാണ് പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസി എത്രയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇഫ് പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് ഈസ് മോർ ദാൻ 1 ഇറ്റ് ഇൻഡിക്കേറ്റ് ഹയർ പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് മോർ ദാൻ 1 ആണെങ്കിൽ ഹയർ പ്രൊഡക്ടിവിറ്റി ആണ്. ഇഫ് പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് ഈസ് ലെസ് ദാൻ 1, നമ്മളിത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്തമാറ്റിക്കലി ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസർ ഈ ലെസ് ദാൻ 1 ആണെങ്കിൽ ലോവർ പ്രൊഡക്ടിവിറ്റിയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മോർ ദാൻ ഗ്രേറ്റർ ദാൻ +1 ആണെങ്കിൽ അത് ഹയർ പ്രൊഡക്ടിവിറ്റി എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ഇനി നമ്മൾ മൂവ് ചെയ്യുന്ന വേറൊരു ടോപ്പിക്കിലേക്കാണ്, മിസ്കോൺസെപ്ഷൻസ് അബൌട്ട് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റിനെ കുറിച്ച് കൂടുതൽ നമ്മൾ നോക്കുമ്പം പല മിസ്കോൺസെപ്ഷൻസും മിത്തുകളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഈ താഴെ പറഞ്ഞിരിക്കുന്നതൊക്കെയാണ് ഈ പ്രൊഡക്ടിവിറ്റിനെ കുറിച്ചുള്ള മിസ്കോൺസെപ്റ്റ്സ്. നമ്മൾ പലരും തെറ്റായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് പറയണത്. ഫസ്റ്റ് വൺ, ടേക്കിംഗ് ബ്രേക്ക് ഈസ് ബാഡ്. ചില ഓർഗനൈസേഷൻസിൽ സൂപ്പർവൈസേഴ്സ് പറയും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് പറയും. പക്ഷേ അത് ഒരിക്കലും കറക്റ്റ് അല്ല. കാരണം നമ്മൾ ഒരു ബ്രേക്ക് എടുക്കാണ്ട് ഒരു റിലാക്സേഷനും ഇല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താൽ നമ്മുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ അത് ബാധിക്കും. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഓട്ടോമാറ്റിക്കലി ലോ ആണ് വരുന്നത്. നമ്മൾ വിചാരിക്കും കൂടുതൽ പ്രൊഡക്റ്റീവ് ആവും ബ്രേക്ക് എടുക്കാണ്ട് വർക്ക് ചെയ്താൽ പ്രൊഡക്ടിവിറ്റി കൂടുമെന്ന് വിചാരിക്കും. പക്ഷേ അതൊരു മിസ് കോൺസെപ്റ്റാണ്, അത് തെറ്റാണ്. അടുത്തത് നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ലീപ്ലെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഒട്ടും സ്ലീപ്പ് പോലും മര്യാദയ്ക്ക് ചെയ്യാണ്ട് ഉറക്കം ഉളച്ച് രാത്രിയൊക്കെ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുമ്പം കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂടുമെന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. മിനിമം ഒരു ഹ്യൂമൻ ബീയിങ്സ് ഒരു 6 hours എങ്കിലും മിനിമം സ്ലീപ്പ് വേണം. അല്ലാണ്ട് അതൊരു 2 hour 4 hour ഒക്കെ ആയാലും നമ്മുടെ പിറ്റേ ദിവസത്തെ വർക്കിനെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കും. കാരണം അത് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ക്ഷീണം ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും റിഫ്രഷ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്കൊരു ഒരു സ്ലീപ്പിംഗ് അവേഴ്സ് നമുക്ക് എപ്പോഴും വേണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ സ്ലീപ്പ് കുറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കുറയും, കൂടില്ല. അത് മിസ്കോൺസെപ്റ്റാണ്. ഇനി അടുത്തെന്ന് പറയണത് മോസ്റ്റ് വർക്ക് ഗെറ്റ്സ് ഡൺ അണ്ടർ പ്രഷർ. കൂടുതൽ വർക്ക് പ്രഷർ കൂടുമ്പോൾ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഓഫീസിലൊക്കെ ആണെങ്കിൽ തന്നെ ആ ഒരു പ്രൊജക്റ്റ് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസം മുന്നോ അത് കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് ഫുള്ള് ചെയ്ത് തീർക്കും എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ചെയ്ത് തീർക്കുമായിരിക്കും. നമ്മൾ പേടിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓർത്ത് പെട്ടെന്ന് വർക്ക് ചെയ്ത് തീർക്കുമായിരിക്കും. പക്ഷെ അതിലൊരു എന്താ പറയുക, ഒരു കംപ്ലീഷൻ ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ മിസ്സിങ്ങും ഉണ്ടാവും. മാത്രമല്ല അത് അന്ന് കംപ്ലീറ്റ് ചെയ്താലും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഹെൽത്തിനെ, മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും അത് കൂടുതൽ ബാധിക്കും. അപ്പം നമ്മുടെ ഹെൽത്തിനെ അത് ഡൈവേഴ്സ് എഫക്റ്റ് ചെയ്യും. അപ്പം പ്രഷർ കൂടുതലായിട്ട് മോസ്റ്റ് വർക്ക് പ്രഷറിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ വർക്ക് ഇൻകംപ്ലീറ്റും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുകയും ചെയ്യും. ഇനി അടുത്തതെന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് വിൽ സേവ് ടൈം ആൻഡ് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി എന്നൊരു മിസ്കോൺസെപ്റ്റാണ്. നമ്മൾ 2 കാര്യങ്ങൾ ഒരു സമയത്ത് ചെയ്താൽ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ആവും, അതുപോലെ തന്നെ ടൈം സേവ് ആവും എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. പക്ഷേ അത് കറക്റ്റ് അല്ല. കാരണം 2 കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യുമ്പോൾ 2ൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. 2 ഇച്ചിരിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു കംപ്ലീഷനിലേക്ക് നമ്മൾ എത്തില്ല. അതുപോലെ തന്നെ നമുക്കതൊരു പ്രഷറും ആവും, നമ്മുടെ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ഒക്കെ അത് ബാധിക്കും. അപ്പോൾ അത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യില്ല, ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ഷുഡ് ബി ഇൻ ക്വയറ്റ്. എപ്പോഴും കാം ആൻഡ് ക്വയറ്റായിട്ട് നമ്മുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ വർക്ക് ചെയ്യണം എന്ന് പറയുന്ന ഒരു മിസ്കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ചിലപ്പം നമുക്ക് മൈൻഡിന് കൂടുതൽ സൂത്തിങ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടുന്നത് മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോഴായിരിക്കും. മ്യൂസിക് കേട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ
വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ മൈൻഡിൻ്റെ റിലാക്സേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക. നമുക്ക് അത് പറ്റുമെങ്കിൽ നമ്മളത് അഡോപ്റ്റ് ചെയ്യുക. കൂടുതൽ സ്യൂട്ടബിളായിട്ട് നമ്മൾ മ്യൂസിക് കേൾക്കുമ്പോഴാണ് കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം. അല്ലാണ്ട് ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്യും. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് മ്യൂസിക് കേൾക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. ക്വയറ്റായിട്ട് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ അങ്ങനെ ചെയ്യുക. അല്ലാണ്ട് നമുക്ക് മ്യൂസിക് കേട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ റിലാക്സേഷൻ നമുക്ക് കൂടുകയും ചെയ്യും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു മിസ്കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രൊഡക്റ്റീവ് അറ്റ് ഓഫീസ്. പ്രൊഡക്ടിവിറ്റി കൂടുതൽ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു മിസ്കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ അതങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ഈ കോവിഡ് സിറ്റുവേഷനിലൊക്കെ കണ്ടു, നമ്മൾ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരു കോൺസെപ്റ്റ് വന്നു. അപ്പോൾ അതിൽ നമ്മൾ കണ്ടു വീട്ടിലിരുന്നാലും നമ്മൾ റിലാക്സ് ചെയ്ത് നമ്മളുടെ ടൈമിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഓഫീസിലാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, വീട്ടിലിരുന്നാൽ ചെയ്യില്ല എന്നൊരു മിസ്കോൺസെപ്റ്റാണ്. വീട്ടിലിരുന്നാലും നമുക്ക് കൂടുതൽ റിലാക്സ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പ്രൊഡക്ടിവിറ്റി കൂടുകയും ചെയ്യും. റീസെൻ്റ് ആയിട്ടുള്ള കുറേ എക്സ്പെരിമെൻറ്റുകളൊക്കെ റിസർച്ചുകളൊക്കെ അത് ഷോ ചെയ്തിട്ടുണ്ട്. ഓഫീസിനേക്കാളും കൂടുതൽ വർക്ക് പ്രൊഡക്റ്റീവ് ഹോമിലിരുന്നിട്ട് തന്നെ ആയിരിക്കും എന്നാണ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ടോപ്പിക്ക്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. താങ്ക് യു.